UK-ൽ രണ്ട് തരത്തിലുള്ള ഡ്രൈവേഴ്സാണുള്ളത്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി, പക്ഷേ സംഗതി ഇപ്പോഴും റോഡിലെത്തുമ്പോൾ പേടിയും കഷ്ടപ്പാടും ഒക്കെയാണ്. എന്നാൽ അതേസമയം UK-ൽ ലൈസൻസ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഡ്രൈവിംഗ് ഗംഭീരമായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അതായത് പലരും നാട്ടിലും ദുബായിലോ അല്ലെങ്കിൽ പലയിടത്തും ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇവിടെ വരുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിൽ ആവുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഞാൻ പലപ്പോഴും നമ്മൾ തന്നെ പേഴ്സണലി ടെസ്റ്റുകൾക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ട ഫെയിൽ എക്സ്പീരിയൻസും അതെന്നൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സേഫ്റ്റി എന്നുള്ളൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഓഫ് യുവർ സെൽഫ്, നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ചുറ്റുമുള്ള വണ്ടികൾക്കും ആളുകൾക്കുമുള്ള സേഫ്റ്റി, ഇതിനെല്ലാം ഉപരി നമ്മുടെ കൂടെ ഇരിക്കുന്ന പാസഞ്ചറിൻ്റെ സേഫ്റ്റിയും കൂടെ ഉണ്ട്. ഇതിൽ പലപ്പോഴും എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നൊരു പോയിൻ്റാണ് പാസഞ്ചറിൻ്റെ സേഫ്റ്റി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു വിഡ്ത്ത് റെസ്ട്രിക്ഷൻ പോലുള്ളൊരു ഏരിയയിൽ പോവുകയാണ്, നാരോ ആയിട്ടുള്ള ഇങ്ങനെ കയറി പോകേണ്ട ഒരു സ്പേസാണ്. അപ്പോൾ ഈ വിഡ്ത്ത് റെസ്ട്രിക്ഷനിലൂടെ പോകുമ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺഫിഡൻസ് ഇത്തിരി കൂടുതലാണെന്ന് തന്നെ വയ്ക്കുക. കാരണം നമുക്ക് ഓട്ടിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ, ഇതിനു മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ സ്ലോയും എടുത്തങ്ങ് പോകും. പക്ഷേ ഫ്രം എ പാസഞ്ചർ പെർസ്പെക്റ്റീവ്, ആസ് എ പാസഞ്ചർ അല്ലെങ്കിൽ ഒരു എക്സാമിനറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ പരിചയമില്ലാത്ത രണ്ട് പേർ ഒരു വണ്ടി കയറി ഇരുന്നിട്ട് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന സംഭവം ഒരു എക്സാമിനർ അല്ലെങ്കിൽ ഒരു പാസഞ്ചറായിട്ടിരിക്കുന്ന അവർക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇടയ്ക്ക് ഒരു ആൾ ഫെയിലായ റീസൺ, പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ ഒരാൾ ക്രോസ് ചെയ്യാനായിട്ട് വരുന്നു. അപ്പോൾ എക്സാമിനർ ഈ പുള്ളിയെ നോക്കുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ സൈഡിൽ നിന്ന് റിയാക്ഷൻ ഒന്നുമില്ല. പക്ഷെ പുള്ളി റിയാക്ട് ചെയ്ത ടൈം ഓക്കെയാണ്. ആ സമയം തൊട്ട് നമ്മൾ സ്ലോ ചെയ്ത് സ്റ്റോപ്പ് ചെയ്താലും വണ്ടി നിൽക്കും. പക്ഷേ അത് പാസഞ്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ എക്സാമിനർ എന്ന നിലയിൽ എനിക്കെങ്ങനെ ഇത് മനസ്സിലാക്കും? അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ആ അക്നോളജ്മെൻ്റ് ആണ്. അതായത് ഒരു ആളെ കണ്ടു, ചെറുതായിട്ട് ഞാനൊന്ന് സ്ലോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആസ് ആൻ എക്സാമിനർ നമുക്ക് മനസ്സിലാകും ഇയാളുടെ ഇൻറ്റൻഷൻ എന്താണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജംഗ്ഷൻ വരുമ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് നോക്കി എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തങ്ങ് പോകും. കാരണം നമുക്ക് ഓൾറെഡി ഡ്രൈവ് ചെയ്യാൻ അറിയാം, നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് ആണ് പലപ്പോഴും ഓവർ കോൺഫിഡൻസ് ആയി നമ്മൾ ഫെയിലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഡ്രൈവിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ മീൻസ് ടെസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടായവരുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, എന്ത് തന്നെ വന്നാലും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് സേഫാണോ ഇല്ലയോ, അല്ലെങ്കിൽ എന്ത് തന്നെ വന്നാലും ഈ പാസഞ്ചറിന് അല്ലെങ്കിൽ ഈ എക്സാമിനറിന് മനസ്സിലാവണം ഞാൻ സേഫായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്ലോ ചെയ്യേണ്ടടുത്ത് സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരല്പം നേരത്തെ ഒന്ന് സ്ലോ ചെയ്യുക. നോക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഒരു 2-3 പ്രാവശ്യം കൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ 100% 3/4 പേരും പാസ്സാവേണ്ടതാണ്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും എല്ലാം ഷെയർ ചെയ്യുക. സോ കമൻറ്റുകൾ ചെയ്യുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. എന്തായാലും ലെറ്റ്സ് ടൈം ഫോർ മോർ വീഡിയോസ്.